നമ്മൾ പിരിഡീൻ ഡിസ്കസ് ചെയ്യാണ്. ദിസ് ടൈപ്പ് ഓഫ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് യൂണിറ്റ് 4 വരുന്നതാണ്. അപ്പം ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അതിൻ്റെ സ്ട്രക്ചറാണ്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് പിരിഡീൻ. ബെൻസീനുമായിട്ട് വളരെ സിമിലർ ആണ്. ഒറ്റ ഡിഫറൻസ്, അതിൽ നൈട്രജനെ റീപ്ലേസ് ചെയ്യും. ബെൻസീനിൽ പകരം അതിലൊരു കാർബൺ വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് നൈട്രജൻ ആറ്റം. ഓക്കെ, 6 മെമ്പേർഡ് തന്നെയാണ്. നമ്പറിങ് കൊടുക്കുന്നത് ഹെട്രോ ആറ്റം നൈട്രജനിൽ നിന്നും 1 2 3 4 5 and 6. ഓക്കെ, സോ ദിസ് ഇസ് എ നമ്പറിങ്. ഇതിൽ പിരിഡീൻ്റെ കേസിൽ നമുക്കറിയാം അതിൻ്റെ ബേസിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും അതൊരു 5 മാർക്ക് കാറ്റഗറിയിൽ കാണാറുള്ളതാണ് പിരിഡീൻ്റെ ബേസിറ്റി. അപ്പം ബേസിറ്റി മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസ് അറിഞ്ഞിരിക്കണം. ഏറ്റവും ആദ്യം പിരിഡീനിൽ വരുന്ന ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പിരിഡീൻ്റെ ഹൈബ്രിഡൈസേഷൻ പറയുന്നത് എല്ലാ കാർബണും, അപ്പോൾ അതിൽ നമുക്കറിയാം 5 കാർബൺ വരും അല്ലേ. അപ്പോൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ എത്ര കാർബൺ വരും? ഇവിടുന്ന് നമ്പർ ചെയ്യണമെങ്കിൽ 1 2 3 4 5 കാർബൺസ്. ഇതെല്ലാം കാർബണാണ്. അപ്പം ഇതെല്ലാം ഏത് ഹൈബ്രിഡൈസേഷനാണ്? ദർ ഓൾ sp2 ഹൈബ്രിഡൈസേഷൻ. അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഡബിൾ ബോണ്ട് വരുന്ന എല്ലാ കാർബൺസും അതെന്തായിരിക്കും? അത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അപ്പോൾ കാർബൺസ് എല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നൈട്രജൻ എന്തായിരിക്കും? നൈട്രജനും sp2 ഹൈബ്രിഡൈസ്ഡ് തന്നെയാണ്. സോ ദേ ആർ ഓൾ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. എല്ലാത്തിനുള്ള sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ്. ഇത് ഓർത്ത് വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം വരുമ്പം എത്ര sp2 ഓർബിറ്റൽസ് വരും? നമുക്കറിയാം അത് 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് വരിക. ഓക്കെ, അത് എല്ലാത്തിലും ഉണ്ടാവും. കാർബണിലുണ്ടാവും, നൈട്രജനിലുണ്ടാവും. അപ്പം ബോണ്ടിങ് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 കാർബൺ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ 2 കാർബണും ഒരു നൈട്രജനും എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിനും ഇതേപോലെ ഒരു 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് നൈട്രജൻ. അതിന് ഞാൻ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, കറക്റ്റ്. അതേപോലെ നൈട്രജൻ എത്ര എണ്ണം ഉണ്ട്? മൊത്തം 3 എണ്ണം ഉണ്ടാവും, കറക്റ്റ്. ഇങ്ങനെ ഒരെണ്ണം കാണും, പിന്നെ ഇതേപോലെ ഇപ്പുറത്തേക്ക് ഒരെണ്ണം കാണും. ഓക്കെ, അപ്പം തൊട്ടടുത്തുള്ള വേറൊരു കാർബൺ എന്താ ചെയ്യുക? അതും ഇതേപോലെ നൈട്രജനുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യും യൂസിങ് their sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. അപ്പോൾ ഈ കാർബണും കാണുമല്ലോ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. അത് എത്ര എണ്ണ? 3, കറക്റ്റ്. അപ്പോൾ ആ കാർബണിൻ്റെ ഒരെണ്ണം ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്, മറ്റേതിന് ഇങ്ങനെ, പിന്നെ പുറത്തേക്ക് ഒരെണ്ണം നിൽക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെല്ലാത്തിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ കാർബൺ വരയ്ക്കാൻ പറ്റും, ഈ കാർബൺ വരയ്ക്കാൻ പറ്റും, പിന്നെ ഇവിടെ ഉണ്ടാവും ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ ഉണ്ടാവും, കറക്റ്റ്. അങ്ങനെ എല്ലാ 5 കാർബണിലും നമുക്ക് ഇങ്ങനെ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യും, എന്നിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെയും ഇതേപോലെ ഓവർലാപ്പിംഗ് വരുന്നുണ്ട് അല്ലേ. ഓവർലാപ്പിംഗ് വന്നിട്ട് എന്താ നമുക്ക് കിട്ടുക? ഇവിടെ സിഗ്മ ബോണ്ട് വരും. അപ്പോൾ മൊത്തം ഒരു മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു നൈട്രജൻ അല്ലെങ്കിൽ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അത് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് 2 എണ്ണം അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ആറ്റവുമായിട്ട് സൈഡ് വേസ് ഓവർലാപ്പിംഗ് വരും. എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് വന്നിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും അല്ലേ. അപ്പം കാർബണിൻ്റെ കേസിൽ ഇത് കൂടാതെ തന്നെ ഒരു ബോണ്ടും കൂടിയുണ്ട്. അത് പുറത്തേക്ക് നിൽക്കുന്ന ഹൈഡ്രജൻ ആണ്. അപ്പോൾ 2 എണ്ണം അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കാർബണുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും, ഒരെണ്ണം പുറത്തേക്ക് ഉള്ള ഹൈഡ്രജനുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നൈട്രജൻ്റെ കേസിൽ നമ്മളിവിടെ നൈട്രജൻ വരച്ചിട്ടുണ്ടായിരുന്നു. നൈട്രജൻ്റെ കേസിൽ 2 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് യൂട്ടിലൈസ് ചെയ്യും ഇതേപോലെ സൈഡ് വേസ് ഓവർലാപ്പിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ അതിൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് പുറത്തേക്ക് കിടപ്പുണ്ടാവും, കണ്ടോ? ആ സ്ഥലത്ത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വരും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കി വെക്കുക. അതിന് എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, നൈട്രജൻ ആണെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ 2 എണ്ണം യൂസ് ചെയ്യുന്നത് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ, ഒരെണ്ണം യൂസ് ചെയ്യുന്നത് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ. നൈട്രജൻ്റെ കേസിൽ 2 എണ്ണം യൂസ് ചെയ്യുന്ന അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ,
ഒരെണ്ണം യൂസ് ചെയ്യുന്നത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണെ വെക്കുന്ന sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ പുറത്തേക്കായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിം കാര്യം തന്നെയാണ്. അതിൽ ഒരു ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പം അതിൽ p ഓർബിറ്റൽ നമുക്കറിയാം px py pz ഉണ്ട് അല്ലേ. ഇത് രണ്ടും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അതായത് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകുമ്പോൾ അത് രണ്ടും പങ്കെടുക്കും. അതിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ഒരു pz ഓർബിറ്റലുണ്ട്, അയാളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് നമ്മുടെ sp2 ഓർബിറ്റൽസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുക. അപ്പം ഇങ്ങനെ ഒരു sp2 ഓർബിറ്റൽ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ആര് വരും? There will be a p orbital. So p orbital will be like this. Okay, so this is exactly pz orbital. മറ്റേത് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആണ്. ഓക്കെ, അപ്പോൾ എന്തിനാ ഇങ്ങനെ പഠിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലോൺ പെയറിനെ എടുത്ത് കാണിക്കുന്ന ഓർബിറ്റലാണ്. ഏതാ ഈ പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ നൈട്രജൻ്റെ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലാണ് അതിൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കിടക്കുന്നത്. ഓക്കെ, അത് ഞാൻ പുറത്തേക്കാണ് വരച്ചേക്കണേ അല്ലേ, അകത്തേക്കല്ല വരച്ചേക്കണേ. അതിന് കാരണമുണ്ട്. ഓക്കെ, അതാണ് ബേസിസിറ്റീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം സാധനം തന്നെയാണ് കേട്ടോ. ജസ്റ്റ് വായിച്ചാൽ മതി, വായിച്ചു പോയാൽ മതി, അത് ക്ലിയർ ആവും. ഓക്കെ, ഇനി അതിന് അരോമാറ്റിസിറ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ബേസിസിറ്റി ഇതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. രണ്ട് ബേസിസിറ്റിയാണ് സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബേസിസിറ്റി ഓഫ് പിരിഡീനും പിന്നെ ബേസിസിറ്റി ഓഫ് പൈറോളും. ഇത് രണ്ടും റീസൺ ചോദിക്കാറുണ്ട്, റീസൺ ഫോർ ബേസിസിറ്റി ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറ് എന്താ അറിയോ, കമ്പയർ ചെയ്ത് ചോദിക്കാറുണ്ട്. പിരിഡീനും പൈറോളും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബേസിസിറ്റി ഏതിനാണ് കൂടുതൽ ഏതിനാണ് കുറവ്, അതിൻ്റെ റീസൺ എന്താണ്, അത് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ പിരിഡീൻ എന്ന് പറയുന്ന ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എ വീക്ക് ബേസ്. ഓക്കെ, സോ ബേസിറ്റി എന്താണ്? ഇറ്റ് ഈസ് എ വീക്ക് ബേസ്. അപ്പോൾ ബേസിക് ക്യാരക്ടർ കാണിക്കും. നൗ വാട്ട് ഡു യു മീൻ ബൈ ബേസ്? പ്രോട്ടോണെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ്. കറക്റ്റ്. അപ്പോൾ ഇതിൽ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുണ്ട്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ നമുക്കറിയാം, പ്ലസ്. റൈറ്റ്. അപ്പോൾ ഇലക്ട്രോൺ എക്സസ് ഉള്ള സ്ഥലമാണ് ഇയാൾ അന്വേഷിച്ച് പോണത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലോൺ പെയർ ഉള്ള സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടെ വന്നിട്ട് നമ്മുടെ H+ ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യും. അത് എവിടെയുണ്ട്? അത് നൈട്രജനിലുള്ള sp2 ഓർബിറ്റൽ ഉണ്ടായിരുന്ന ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇത് നൈട്രജന് കൊടുക്കാൻ സാധിക്കും ടു ഹൈഡ്രജൻ ആൻഡ് പ്രോട്ടോൺ ആൻഡ് ഇറ്റ് ക്യാൻ ഫോം എ ബോണ്ട് ദിയർ. ഓക്കെ, അതിന് പ്രശ്നമൊന്നുമില്ല. റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് എളുപ്പം ഇത് സംഭവിക്കുന്നത്? പിന്നെ പൈറോളിൽ സംഭവിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ടുള്ള കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ ബേസിസിറ്റി പറയുന്നത് എന്താ? നൈട്രജനിലുള്ള sp2 ഓർബിറ്റലിലുള്ള രണ്ട് ഇലക്ട്രോണിനെ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുകയും അത് ബേസിക് നേച്ചർ കാണിക്കുകയും ചെയ്യും. ഓക്കെ, പക്ഷേ അവിടെ എടുത്ത് പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് എ സ്ട്രോങ് ബേസ് ബട്ട് ഇറ്റ് ഈസ് എ വീക്ക് ബേസ്. അതിന് കാരണമുണ്ട്. ഓക്കെ, ഇനി ബേസിറ്റി ഓഫ് പിരിഡീൻ്റെ റീസൺസ് ആയിട്ട് എടുത്ത് പറയണം. അതൊരു പോയിന്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസസ് കൂടും. ഏറ്റവും ആദ്യത്തത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു sp2 ഓർബിറ്റലിൽ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർക്ക് വരാൻ പറ്റും അതിൻ്റെ അടുത്തേക്ക് പ്രോട്ടോൺ വരികയും അതിന് ആ പറയുന്ന രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയും സാധിക്കും. റൈറ്റ്. അതുവഴി അത് ബേസിക് നേച്ചർ കാണിക്കും. ഇനി ഈ ലോൺ പെയർ കുറച്ചും കൂടി ഈസി ആക്സസ് ആണ് ഹൈഡ്രജൻ ഉള്ളത് പ്രോട്ടോണിനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്കല്ല ഞാൻ വരച്ചിരിക്കുന്നത്. അതായത് ഇത് കിടക്കുന്നത് പുറത്താണ്. ആ ഒരു അരോമാറ്റിക് ക്യാരക്ടർ, അതായത് റെസനൻസിൻ്റെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഈ രണ്ട് ഇലക്ട്രോൺസിനെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും റെസനൻസ് നടക്കുന്നുണ്ട്. അതിൽ പക്ഷേ ഈ ഇലക്ട്രോൺസ് പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതിന് അകത്ത് റെസനൻസ് നടക്കാനുള്ള ഇലക്ട്രോൺസ് ഓൾറെഡി അതിൻ്റെ അകത്ത് കിടപ്പുള്ളത് കാരണം ഈ രണ്ട് ഇലക്ട്രോൺസ് ഫ്രീ ആണ്. ദാറ്റ് ഈസ് എ റീസൺ വൈ എ പ്രോട്ടോൺ ക്യാൻ readily access the
ലോൺ പെയർ. ഓക്കെ, പക്ഷേ ഇതല്ല പൈറോളിൻ്റെ കേസിൽ. പൈറോളിൻ്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടാവും അല്ലേ? 5 മെമ്പർ റിംഗ് ആണ്, ദർ ഈസ് എൻ NH. അതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇതിൻ്റെ അകത്താണ് ആ ലോൺ പെയറിന് വരയ്ക്കുക. അങ്ങനെ വരച്ച് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് എത്തിച്ചാൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രോട്ടോണിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ 2 ഇലക്ട്രോൺസിനെ? ഇല്ല, അതതിൻ്റെ അകത്താണ് കിടക്കണേ. അതിന് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ റെസൊനൻസ്. അതിൻ്റെ അകത്തുള്ള പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനിൽ അത് പങ്കെടുക്കുന്നത് കൊണ്ട് ഈ പ്രോട്ടോണിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത് എത്തിയിട്ട് ആ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് എ റീസൺ വൈ കമ്പയർ ചെയ്യുന്ന സമയത്ത് പിരിഡീൻ ഈസ് മോർ ബേസിക് ദാൻ പൈറോൾ. ഓക്കെ, അത് ചോദിക്കാറുള്ള കാര്യമാണ്. ഇനി വേറെ 2-3 റീസൺസ് കൂടി എടുത്ത് പറയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ബേസിസിറ്റി കുറച്ചും കൂടി ബെറ്റർ കാണിക്കുന്നത് പിരിഡീൻ? അത് പറയുന്നത് എന്താ വെച്ചാൽ അരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ നടക്കുന്നുണ്ട്. അതെന്ത് ഈ അരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു H+ വരികയാണ്, എന്നിട്ട് നൈട്രജനിലുള്ള 2 ലോൺ പെയറുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ നൈട്രജന് ഒരു ചാർജ് കിട്ടുമല്ലോ, കാരണം അതിൻ്റെ ഇലക്ട്രോൺസിന് കൊടുത്തിട്ടാണ് ആ ബോണ്ട് ഫോം ചെയ്തത്. കറക്റ്റ്? അത് പോസിറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവ് ചാർജ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് സ്റ്റാറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസനൻസ് അല്ലെങ്കിൽ അരോമാറ്റിക് ക്യാരക്ടറിന് സാധിക്കുന്നുണ്ട്. കാരണം നൈട്രജനിൽ അന്നേരം ചെറുതായിട്ട് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വരികയാണ്. കറക്റ്റ്? ആ ഡെഫിഷ്യൻസിനെ പാർഷ്യലായിട്ട് കളയാൻ ആർക്ക് സാധിക്കും? അതിൻ്റെ അകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിന് സാധിക്കും. കറക്റ്റ്? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? അരോമാറ്റിക് റിംഗ് സ്റ്റെബിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നൈട്രജനിൽ ഫോം ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിനെ അതിൻ്റെ അകത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ്, പൈ ഇലക്ട്രോൺ സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, അതിന് കഴിയും. അതിന് എന്താ പറയുക, പാർഷ്യൽ പോസിറ്റീവ് ചാർജിനെ കളയാൻ സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് അരോമാറ്റിക് റിംഗ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ പോസിറ്റീവ് ചാർജിനെ പാർഷ്യലായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മോളിക്യൂളിലെ സ്റ്റെബിലിറ്റി കൂട്ടും. ഇനി മൂന്നാമത്തെ റീസൺ പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ള ടേം പഠിച്ചതല്ലേ? അതെന്താണ്? ആ ഇലക്ട്രോൺസിനെ സ്വന്തം അടുത്തേക്ക് വാങ്ങിക്കാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അത് കാർബണിനെ കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജന് കൂടുതലാണ്. അതിനർത്ഥം എന്താ? നൈട്രജൻ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്തുള്ള കാർബണിൽ നിന്നും ഇലക്ട്രോൺസിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള ചാൻസസ് കൂടും. അങ്ങനെ ചാൻസസ് കൂടുമ്പം ഈ നൈട്രജന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി നമ്മൾ വിളിക്കും. ഇലക്ട്രോൺ കാണാനുള്ള സാധ്യത കൂടും. അതാണല്ലോ ഹൈഡ്രജന് വേണ്ടത്, കാരണം ഹൈഡ്രജന് താല്പര്യം ആ ഇലക്ട്രോൺസിന് തന്നെയാണ്. കറക്റ്റ്? അപ്പോൾ അതൊരു റീസൺ ആണ് ഫോർ ദ പിരിഡീൻ ടു അക്സെപ്റ്റ് ദ പ്രോട്ടോൺ. ഓക്കെ, സോ അങ്ങനെ 3 പോയിന്റ്സ് ആയിട്ട് വരച്ച് പറയാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം വരയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് മാർക്ക് വിടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി പിരിഡീനും പൈറോളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു അല്ലേ? പിരിഡീനും പൈറോളും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ബേസിറ്റി കൂടുതൽ? അതിന് കാരണം എന്താണ്? അപ്പോൾ പിരിഡീൻ തന്നെയാണ് ഉറപ്പായിട്ടും കൂടുതൽ. കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, ഇവിടെ നോക്കുക എവിടെയാണ് ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കിടക്കണേ. പിരിഡീൻ്റെ കേസിൽ അത് പുറത്താണ് കിടക്കണേ. അതായത് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. അത് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പ്രോട്ടോണിന് വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇനി അതേസമയം ഇവിടെ നോക്കിയ 2 ഇലക്ട്രോൺ അകത്തല്ലേ ഞാൻ വരച്ചേക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനർത്ഥം എന്താ വെച്ചാൽ ആ ഇലക്ട്രോൺ ആണ് റെസനൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റെസനൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അവിടെ കാണുമോ? ഇല്ല, അതെപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ആ മോളിക്യൂളിൻ്റെ അകത്ത് തന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവൈലബിൾ ആയിരിക്കുമോ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ? ഇല്ല. കറക്റ്റ്? അത് അതിൻ്റെ അകത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പ്രോട്ടോൺ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. പ്രോട്ടോൺ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? ഇറ്റ് ഈസ് ലെസ് ബേസിക് ഇൻ നേച്ചർ. ഇനി ചിലപ്പം അലിഫാറ്റിക് അമീൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ബേസിറ്റി പറയാൻ ചോദിക്കാം. ഇപ്പോൾ സപ്പോസ് 5 അല്ലെങ്കിൽ ഇനി എങ്ങാനും 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഈ ഹെഡിങ്ങും കൂടി എഴുതുക. എന്താണ്? പിരിഡീൻ അലിഫാറ്റിക് അമീൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ലെസ് ബേസിക്. അത് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആണ്. അതെന്താ വെച്ചാൽ നമുക്കറിയാം, ഇഫ് ഇറ്റ് ഈസ് എൻ അലിഫാറ്റിക് അമീൻ, അതിൽ വരുന്ന നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇസ് sp3.
ഓക്കെ. അതേസമയം അരോമാറ്റിക് അമീൻസ് ആണെങ്കിൽ, അരോമാറ്റിക് അമീൻസ് അല്ല, പിരിഡീൻ ആണെങ്കിൽ അതിൻ്റെ നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് എന്താ, sp2 ആണ്. കറക്റ്റ്. സോ വൺ ഇസ് sp3 ആൻഡ് ദി അതർ ഇസ് sp2. അത് ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനെന്താ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ, ഈ പറയുന്ന sp2ൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി നേച്ചർ കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക, അത് ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് വെക്കാനുള്ള ചാൻസസ് കൂടും അല്ലേ. ഇലക്ട്രോണിനെ സ്വന്തം കയ്യിൽ വെക്കാനുള്ള ചാൻസസ് കൂടുകയാണ്. അപ്പോൾ സ്വന്തം കയ്യിൽ ഇലക്ട്രോൺസിനെ കൂടുതൽ അടുത്ത് പിടിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഹൈഡ്രജൻ H+ വന്നു കഴിഞ്ഞാൽ അയാളത് കൊടുക്കുമോ? ഇല്ല, അത് കൊടുക്കാൻ കുറച്ച് മടി കാണിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന പിരിഡീൻ്റെ കേസിൽ കമ്പയർ ചെയ്യാൻ നേരത്ത്, അലിഫാറ്റിക് അമീൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് അതിൻ്റെ ബേസിറ്റി കുറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നൈട്രജൻ ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ്. ഇതിന് അത്രയും ഇലക്ട്രോനെഗറ്റീവ് നേച്ചർ ഇല്ല. അതായത് അതിനത്രയും അടുത്ത് ഇലക്ട്രോൺസിനെ പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ല. ഓക്കെ, sp3ക്ക്. അതേസമയം sp2ന് അങ്ങനെയല്ല. sp2ന് അത് കുറച്ചും കൂടി അടുത്ത് വെക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ് ഇലക്ട്രോൺസിനെ. ഓക്കെ, ദാറ്റ് ഇസ് എ റീസൺ വൈ ഇറ്റ് ഇസ് എ വീക്ക് ബേസ്. ഓക്കെ, അപ്പം അത്രയും വേറെ ഒന്ന് നോക്കുക, കാരണം അതൊരു 5 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പിരിഡീൻ്റെ പ്രിപ്പറേഷനും പിന്നെ അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.